ഉപയോഗശൂന്യമെന്ന് കരുതി നമ്മൾ വലിച്ചെറിയുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് തിരുവനന്തപുരം നെടുമങ്ങാട് നഗരസഭയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഒരു കലാകാരൻ. സന്തോഷ് പാപ്പനംകോട് എന്ന കലാകാരനാണ് ഈ അത്ഭുത സൃഷ്ടിക്ക് പിന്നിൽ. പ്ലാസ്റ്റിക് കുപ്പികളും പഴകിയ പാത്രങ്ങളും സൈക്കിളുകളും കളിപ്പാട്ടങ്ങളുമൊക്കെ ഇന്ന് നെടുമങ്ങാട് നഗരസഭയുടെ പരിസരത്ത് പുതുജീവൻ നേടി സന്ദർശകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. ഈ വ്യത്യസ്തമായ മാറ്റത്തിന് പിന്നിൽ കലാകാരനായ സന്തോഷ് പാപ്പനംകോടിന്റെ സൃഷ്ടിപരമായ കൈകളാണ്. ശുചിത്വ മിഷനും നെടുമങ്ങാട് നഗരസഭയും ചേർന്ന് നടപ്പാക്കിയ പദ്ധതിയുടെ ഭാഗമായി നഗരസഭയുടെ മുൻവശവും പാർക്കിംഗ് ഏരിയയ്ക്ക് സമീപമുള്ള ഉപയോഗശൂന്യമായി കിടന്ന സ്ഥലവും വർണ്ണാഭമായ കലാലോകമായി മാറി. തടികളിലും തീർത്ത ഇരിപ്പിടങ്ങൾ, വർണ്ണപ്പകിട്ടാർന്ന അലങ്കാരങ്ങൾ, പൂക്കളും പക്ഷികളും ഉൾപ്പെടുന്ന ആർട്ട് വർക്കുകൾ, കൂടാതെ ക്യാനുകളും കമ്പ്യൂട്ടർ മദർ ബോർഡുകളും ഹാർഡ് ഡിസ്കുകളും ഉപയോഗിച്ച് നിർമ്മിച്ച റോബോട്ടുകളും സന്ദർശകരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന പ്രധാന കാഴ്ചകളാണ്. 2 ആഴ്ചയോളം നീണ്ട അധ്വാനത്തിനൊടുവിലാണ് സന്തോഷ് ഈ കലാപ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. മാലിന്യം ഒരു മാലിന്യമല്ല എന്ന സന്ദേശം സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ സംരംഭത്തിന്റെ പ്രധാന ലക്ഷ്യം. ബോട്ടിലുകളുടെ അടപ്പും സ്പൂണ്, അതുപോലെ തന്നെ സൈക്കിളുകൾ, ടോയ്സ്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഏകദേശം ഒരു 10-15 ദിവസത്തോളം എഫർട്ട് എടുത്തിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ റോബോട്ടുണ്ട്. ആ റോബോട്ട് 1 ദിവസത്തോളം എടുത്തു അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ക്യാനുകൾ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ക്യാനും ഹാർഡ് ഡിസ്കും അതുപോലെ മദർ ബോർഡുകളൊക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് 1 ദിവസം എടുത്തു. അടപ്പ് മാത്രം കൊണ്ട് സെറ്റ് ചെയ്തതാണ്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള പാഴ്വസ്തുക്കൾ പരിസ്ഥിതിക്ക് ഭീഷണിയാകുന്ന കാലത്ത് അവയെ കലാരൂപങ്ങളാക്കി മാറ്റി ജനങ്ങളിൽ ബോധവൽക്കരണം സൃഷ്ടിക്കുകയാണ് ഈ പദ്ധതിയിലൂടെ. 30 വർഷത്തിലേറെയായി സിനിമ സീരിയൽ രംഗത്ത് കലാസംവിധാന മേഖലയിൽ സജീവമായ സന്തോഷിന് ഈ പ്രവർത്തനങ്ങൾക്ക് വലിയ പിന്തുണ നൽകുന്നത് ഭാര്യ സിന്ധുവാണ്. പാഴ്വസ്തുക്കൾ വലിച്ചെറിയാതെ അവയ്ക്ക് പുതിയ സാധ്യതകൾ കണ്ടെത്താമെന്ന സന്ദേശമാണ് നെടുമങ്ങാട് നഗരസഭയും കലാകാരൻ സന്തോഷം ചേർന്ന് സമൂഹത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നത്. മാലിന്യങ്ങളെ മനോഹരമായ കലാസൃഷ്ടികളാക്കി മാറ്റിയ ഈ സംരംഭം പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും സൃഷ്ടിപരതയുടെയും മികച്ച മാതൃകയായി മാറുകയാണ്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.